ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അതിന് ഞാൻ ഒരു ഏകദേശം 5 മണി 5:30 ആകുമ്പോൾ എണീച്ചപ്പോഴത്തേക്ക് കുട്ടികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമയത്ത് എഴുന്നേറ്റുണ്ടായിരുന്നു. മോള് പല്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന് പുറത്തൊന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഇരുട്ടുണ്ടോ വെളിച്ചാണോ എന്നൊക്കെ നോക്കിയതാണ്. സമയം ഒരു 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരുവിധം മക്കളെയും കുളിപ്പിച്ച് എൻ്റെ കുളിയും കഴിഞ്ഞ ശേഷം ഞാൻ അലക്കാനുള്ളതൊക്കെ അലക്കാൻ മെഷീനിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് അലക്കി ആവുമല്ലോ അത്. പിന്നെ അപ്പോഴത്തേക്ക് നല്ലോണം നേരം വെളുത്തുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ വാർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കറി ഇരിക്കുന്നുണ്ട്, ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരക്കിട്ട് പോകണം വെച്ചാൽ എല്ലാവർക്കും മക്കൾക്ക് സ്കൂളിൽ പോകണം, ഏട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വേണം തിരിച്ചു വരണം. അതുകൊണ്ട് തന്നെ ചോറ് മാത്രം ഞാൻ വേഗം വെച്ചിട്ടുണ്ടായി. ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായല്ലോ അങ്ങനെ. പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ വലം വെച്ച് നടക്കുകയാണ്. അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ മോളും ഏട്ടനും മോനും ഞാനും അമ്മയുണ്ട്. അമ്മേനെ ആദ്യം തന്നെ ഇത്തിരി നേരത്തെ കൊണ്ടാക്കി. എല്ലാവരും കൂടി വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അമ്മ അവിടെ അമ്പലത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ അവിടെ അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. സപ്താഹയജ്ഞം അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ അഷ്ടമി രോഹിണി നാളിലൊക്കെ നടക്കുന്ന അതിൻ്റെയൊക്കെ എന്തോ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഇത്തിരി നേരം അവിടെ കേട്ട് നിന്നു. അല്ലാണ്ട് നമുക്ക് നേരമില്ല, പോകണ്ടേ, ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. പ്രസാദമൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് അന്ന് അമ്പലം വലം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഇന്നലെ പഞ്ചസാര ചാക്ക് കാണിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് അത് ഏട്ടന് തുലാഭാരം നടത്താനുള്ളതാണ്. ഗുരുവായൂർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയാണ് നടത്തുന്നത്, ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏട്ടനൊരു അപകടം പറ്റിയിരുന്നു 3 കൊല്ലം മുമ്പ്. ആ സമയത്ത് നേർന്നാണ്, പക്ഷെ നമുക്കിപ്പോഴേ പറ്റിയിട്ടുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ തുലാഭാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇന്ന് എല്ലാവരും കൂടി വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തുലാഭാരം നടത്തണം, അതിനുള്ള സെറ്റപ്പാണ് അവിടെ. അവരെല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടന് റെഡിയാക്കുന്നുണ്ട്. 72 കിലോ ആയിരുന്നു, 75 കിലോ ആയിരുന്നു. അപ്പോൾ 75 കിലോ വെച്ചിട്ട് നമ്മൾ തുലാഭാരമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും കുറേ ആയില്ലേ ഒരു വഴിപാട് കഴിക്കാതെ തന്നെ മനസ്സിനൊരു എന്തോ പോലെയാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സമാധാനമാണല്ലോ. അപ്പോൾ വഴിപാടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും ഏട്ടനും മക്കളും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഞങ്ങളൊരു ഫോട്ടോയിൽ എടുത്ത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ട് 7 ദിവസം. പക്ഷെ നമുക്ക് അതിനൊന്നും കാത്തുക്കാൻ നേരമില്ലല്ലോ. പിന്നെ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായി, രണ്ടാളിങ്ങനെ നല്ലോണം കളിക്കുന്നുണ്ടായി. കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, എന്നാലും വലിയ തിരക്കൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ പ്രസാദമാണല്ലോ, പ്രധാനപ്പെട്ട സാധനമാണല്ലോ നമ്മുടെ വെണ്ണ കിട്ടുമായിരുന്നു. അപ്പോൾ വെണ്ണ മക്കൾക്ക് ഇഷ്ടമാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. പിന്നെ നമ്മൾ നേരെ അമ്പലക്കുളത്തിലേക്ക് വന്നു. അമ്പലക്കുളം അങ്ങനെ പായലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ഈ എവിടെയും പോയി ബോട്ടിങ് നടത്താനും അങ്ങനെയൊക്കെ എനിക്കെന്തോ ഭയങ്കര പേടിയാണ്, വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ. അപ്പം ഞാൻ ഇറങ്ങിയിട്ടില്ല. മക്കൾ ഏട്ടനൊന്ന് കൈ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്, മക്കളും കൂടിയിട്ട് ജസ്റ്റ് അവർക്കൊന്ന് കാല് നനക്കാൻ വേണ്ടി. പിന്നെ അവിടെ ഉണ്ടായ ഒരു ആൽമരത്തിൽ രണ്ടാളും കൂടി ഇങ്ങനെ ചുറ്റുമാണ്. ശേഷം ഞാൻ കണ്ടൊരു പുഴുവിനെ കണ്ടപ്പോൾ അതും വീഡിയോ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ അമ്മേനെ കൊണ്ടാക്കാൻ പോയി. അപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഞങ്ങളെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട്, കുട്ടികൾക്ക് ഇന്നലത്തെ കറി കൂട്ടി കൊടുക്കണ്ടെന്ന് കരുതി ഞാൻ വേഗം ഒരു മുട്ടച്ചോറുണ്ടാക്കി. എളുപ്പത്തിൽ തയ്യാറാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറ്. അപ്പോൾ പിന്നെ അത് വേഗമാക്കി ചൂടോടെ മക്കൾക്ക് കൊടുത്തു. പിന്നെ ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ ഈ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന് സ്കൂളിൽ അവർ പോയി, അവരെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് കുറച്ച് പണികളുണ്ട്, ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലീനിങ് ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടായി ഇപ്പം പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. പറ്റുമ്പം ചെറിയ ചെറിയ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നല്ലാതെ. അപ്പോൾ ഒരുവിധം പൊടികളൊക്കെ തട്ടി മാറ്റി എല്ലാം റെഡിയാക്കിയിട്ട് മേശൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ എനിക്കൊരു തൃപ്തിയാണ് മനസ്സിന്. വീടൊന്നിങ്ങനെ മാറിയ പോലത്തെ ഒരു ഫീല് വരും. നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യേണ്ടത് പറയണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ ജോലികളാണിത്. മേശയുടെ സ്ഥാനം മാറ്റി വെക്കുക, അലമാരയുടെ കട്ടിലിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ഒരുവിധം. ഇനി ഒരുപാട് പണികളുണ്ട്, എന്നാൽ എല്ലാം കൂടി ഞാനിങ്ങനെ ഒന്നിച്ച് എടുക്കാൻ നിൽക്കാറില്ല. ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ സാധനങ്ങൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെയും ക്ലീനാക്കി അങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ ഓരോ പോർഷൻസ് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ ഈ ജനലൊക്കെ തൂത്ത് വൃത്തിയാക്കി പൊടിയൊക്കെ പോക്കി. എൻ്റെ ജനൽ അഴിയൊക്കെ ഞാൻ വെള്ളം നനച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുന്നേ തുടച്ചാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. മേശ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ചെറിയൊരു ടീപ്പോയി കൊണ്ട് വെച്ചിട്ടുണ്ട്. ദിവാങ്കട്ടിലൊക്കെ മുഴുവൻ തുണികളാണ്. അപ്പോൾ അത് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മടക്കി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്നതിനാൽ റൂം ഇങ്ങനെ കോലം കെട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി. ചുമരിലൊക്കെ പൊടികൾ വന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് തുടക്കുന്നില്ല. തുടച്ചിരുന്നു, ഇപ്പോൾ തുടക്കുന്നില്ല. ദിവസം 1-2 കൂടുമ്പോഴേക്ക് ഞാൻ തുടക്കാറുള്ളൂ. ഇന്ന് ഞാൻ തുടച്ചില്ല, എനിക്ക് വയ്യ. എല്ലാം കൂടി ചെയ്തപ്പോൾ ഓൾറെഡി കുറച്ച് അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് പിന്നെ ചെയ്യാൻ നിന്നിട്ടില്ല, ക്ലീനിങ് മാത്രം ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇവിടെയുള്ള ഈ തട്ടുമേൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൂമിൽ മറ്റുള്ള സാധനങ്ങളും ബേസിന് മുകളിലൊക്കെ നല്ല പൊടിയായിരുന്നു. തുണി കൊണ്ടൊന്നും ഞാൻ തുടക്കാൻ നിന്നില്ല. 2 ദിവസം മുന്നേ ജനലൊക്കെ തുറക്കുമ്പോൾ തുടച്ചാണ്. അതുകൊണ്ട് വെറുതെ ചൂലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടു, അത്രേ ഉള്ളൂ. റൂമ് മക്കളുടെ പുസ്തകം വെക്കുന്നിടത്തൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കട്ടിലൊക്കെ വലിച്ചിട്ട് കട്ടിലിൻ്റെ അടിയിലൊക്കെ നല്ലോണം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ എന്തേ സാധനങ്ങൾ വേഗം അങ്ങോട്ട് കട്ടിലിനുള്ളിലേക്ക് കയറ്റി വെക്കും, പക്ഷേ ഇനി വെക്കരുത്. വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ വെക്കുന്നത്. ശരി. പിന്നെ എൻ്റെ മോൻ വന്നിട്ട് എനിക്ക് കാണിച്ചു തരികയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, പരീക്ഷയിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്, പെന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചു തരാണ് അവൻ. മോൾക്കും കിട്ടിയിട്ടുണ്ട്. അവൾക്ക് നമ്മുടെ സ്റ്റാർ കണ്ടില്ലേ നെഞ്ചത്ത്, അത് പരീക്ഷയിൽ മാർക്ക് കിട്ടിയിട്ട് സ്റ്റാർ ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ മെസ്സി ആയിട്ടുണ്ടായ സ്ഥലമൊക്കെ ഞാനൊന്ന് പറ്റുന്ന പോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ലോണം നീറ്റാക്കി വെച്ച് എല്ലാം ഈ ഫാൻ എടുത്ത് നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ബാക്കി അത്രയും പരിപാടിയുള്ളൂ. ഒരുവിധം പണികൾ മക്കൾ വരുമ്പോഴത്തേക്ക് തീർത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തിന്. പിന്നെ അമ്മ ചായക്കുള്ള കടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞു, കടികൾ മാത്രം വെള്ളം കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് രണ്ടാളും പഠിക്കാനിരുന്നു. ഹോംവർക്കുകൾ ചെയ്യാനുള്ളത് രണ്ടാളും ചെയ്യാനിരിക്കും വൈകുന്നേരം വന്നാൽ. ചില ദിവസങ്ങളിൽ മാത്രം മടി പറയും. അപ്പോൾ ഞാൻ നിർബന്ധിക്കാറില്ല, കാരണം എപ്പോഴും ചെയ്യും. വല്ലപ്പോഴും വന്നിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നാളെ ചെയ്യാമെന്നൊക്കെ പറയും, പിന്നെ ഒന്നും പറയാൻ നിൽക്കലില്ല. ഇന്ന് വന്നപ്പോൾ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായല്ലോ, നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കണ്ടേ. രാത്രി ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചോറ് അവിടെ തിളച്ചപ്പോൾ ഞാൻ റേഷൻ അരിയോട്ട് തിളച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഊറ്റിയെടുത്താൽ മതിയാവും. പിന്നെ ഇത് മസാല പയറാണ്, താമരപ്പയറിൽ മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമാണ്. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പറയണം, ഉണ്ടാക്കി നോക്കിയവർ അതിൻ്റെ ടേസ്റ്റ് കൂടി പറയാൻ മറക്കരുതിട്ട് കമൻറ്റിൽ വന്ന് പറഞ്ഞാലും മതി. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച്, അമ്മ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ കഴിച്ച്. പിന്നെ മോളിങ്ങനെ ഓരോ പഠിച്ച കാര്യങ്ങളും പ്രതിജ്ഞയൊക്കെ പഠിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിച്ച് കൊടുത്തതൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൾ. പ്രതിജ്ഞ, പാട്ട്, ദേശീയഗാനം, പ്രാർത്ഥന എല്ലാം കൂടി ഒറ്റ ശ്വാസത്തിലിരുന്ന് പറയുകയാണ്. ഞങ്ങളത് കേട്ട് നിൽക്കുകയാണ്. പ്രോത്സാഹനം കൊടുക്കണ്ടേ നമ്മൾ, എന്നാലേ കുട്ടികൾക്ക് പിന്നെയും ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ അഭിപ്രായം പറയാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.